കേരളത്തിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു തീർക്കുക. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് പറയാതിരിക്കാനേ ഇവിടില്ല. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക. കാര്യം പോകാനേ ഇല്ലാത്ത മരുന്നൊക്കെ നൽകി അവരെ കൊല്ലുന്നേ. തിരിച്ചു രോഗികളെ മരുന്ന് മാറി കുത്തിവെക്കും വരണുണ്ടേ സുസമ്മ. ചിരിച്ചു രോഗികളെ മരുന്ന് മാറി കുത്തിവെക്കും സല്ലോ സുസമ്മ. രോഗിയുടെ മരുന്ന് മൊത്തം കട്ടുവിട്ട് കാശ് വാങ്ങി സല്ലോ സുസമ്മ. കാശില്ലാത്ത രോഗികളെ കണ്ടുരുട്ടി കാറ്റും കാശ് നൽകും രോഗികളെ കണ്ടിറുക്കി കാറ്റും ചകറായ വിളമാക്കി വിളക്കണ്ട ചിന്തിച്ചാടും ഇവളല്ലോ സുസമ്മ. വന്നല്ലോ രസമ്മ സുസമ്മേ. പ്രഭാകരൻ ഡോക്ടർക്കും പനിയായിട്ട് പുള്ളി വേറെ നല്ല ആശുപത്രിയിൽ നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ പോയേക്കുവാ. അത് ശരി. മോളേതാണ്? ഞാൻ സിസ്റ്റർ സൂസമ്മ. മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊള്ളാന്ന് പറയരുത്. അല്ല ഈ ആശുപത്രിയുടെ കട്ടിലും മൊത്തം ഇപ്പൊ കൊതുക് വല ഇട്ടേക്കല്ലേ? അയ്യോ അത് കൊതുക് വലയല്ല, പിന്നെ അത് ചിലന്തി വലയാ. കമ്പൗണ്ടറെ അല്ല ഈ ആശുപത്രിയിലെ ചികിത്സ ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്റെ ജോലി പോകും. അപ്പൊ നുണ പറഞ്ഞാലാ എന്റെ ജീവൻ പോകും. എന്താ വേണ്ടെന്ന് താങ്കളെ തീരുമാനിച്ചോ? ഞാൻ ഈ കൊച്ചായിട്ട് സംസാരിച്ചോളാം. മോളെ സിസ്റ്ററെ ആ പഞ്ഞിക്കൈ പറ്റിയ ഇക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ. വല്ലാത്ത ഇടങ്ങേറാണ് പൊന്നു മോളെ. എന്താ അസുഖം? ഒന്ന് വന്നേച്ചു പോ ചങ്കിന്റെ അകത്തി രണ്ടു വേദന ഒന്ന് നോക്കിയേച്ചു പോ അറ്റകൈക്ക് ഒറ്റ മൂലിത നല്ല വിറ്റ
പരീത്. എന്താ പരീത്? എന്റെ പൊന്നു ഡോക്ടറെ, എന്താണെന്ന് അറിയാൻ പാടില്ല, നമ്മുടെ വലതുകാലിന് ഭയങ്കര വേദനയും. അത് ഈ പ്രായത്തിന്റെയാണ് കേട്ടാ. അപ്പൊ ഇടത്തേക്കാളും ഈ പ്രായത്തിൽ തന്നെ അതിന് വേദന വരണ്ടേ? പിന്നെ ഒരു വെറൈറ്റി, അതായത് നമ്മൾ ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കാണുന്നു. സിനിമ